ഇനി പറയാനില്ല. അത്രക്ക് വന്ന പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ. അതുകൊണ്ട് രണ്ടാമത്തേത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള, അവന്റെ സ്നേഹം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി അന്നവാഫിൽ, സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുക. ഫർള് ഇപ്പൊ എല്ലാവരും ചെയ്യണല്ലോ, സുബഹിസ്കരിക്കണല്ലോ എന്ന് വേദം പറയേണ്ട കാര്യമില്ല എന്നാ. മുസ്ലിമീങ്ങൾ അത് ചെയ്യുമല്ലോ. അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുൽ ഫജ്ർ അതുകൂടെ അങ്ങ് നിസ്കരിച്ചേക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. സുന്നത്ത് നിസ്കരിക്കാത്തൊരു സുന്നത്ത് തുടങ്ങണം, ഫർളുമ മാത്രം നിർത്തല്ലേ. അത് ഏത് ലോക്കൽ മുസ്ലിമും ചെയ്യണ പണിയല്ലേ. ഫർള് നിസ്കരിക്കുക 5 നേരം, അത് ചെയ്യാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുണ്ടല്ലോ ബൈ ഡിഫോൾട്ട്, അതിൽ പിന്നെ ചർച്ചയില്ലല്ലോ. നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, മുത്തുനബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം, എന്നിലേക്കൊരു മനുഷ്യനെ അടുക്കാൻ കഴിയുന്നത് വമാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി മഫ്തറൽതുഹു അലൈഹി, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ എന്നോട് അടുക്കാൻ വേറെ വഴിയില്ല. ഞാൻ നിർബന്ധമാക്കിയത് അവൻ ചെയ്തേ പറ്റൂ. അപ്പോഴാണ് എന്നിലേക്ക് അവൻ അടുക്കുന്നത്. ഇനി എന്റെ സ്നേഹം കിട്ടാൻ ഞാൻ സുന്നത്താക്കിയത് അവർ ചെയ്യണം. ഈ ഹദീസിന് വലിയൊരു അത്ഭുതമുണ്ട്. ഖുദ്സിയായ ഹദീസാണ്. എന്താ പറഞ്ഞത്? നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യം വലിയ കൂലി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നമ്മൾ പറയില്ലേ, വീട്ടിലേക്ക് ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചു, വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ പണിപ്പോൾ ഇല്ലാന്നാ കേട്ടത്. 7 മണിക്ക് വന്ന് 3-2 മണിക്കൊക്കെ കൈ പോയി അതിൻ്റെ ഇടക്കൊന്ന് പാട്ട് കേൾക്കാനൊരു അവസരം, പിന്നെ കടന്നുറങ്ങാനൊരു സമയമൊക്കെ കൊടുത്തിട്ട് 2-3 മണിയാകുമ്പോഴേക്കും അവർ പോയി വൈകുന്നേരത്തെ വേറെ ജോലിക്ക് പോവുക, അതിന് 1000 റുപ്യ കയ്യിൽ വാങ്ങിയിട്ട് പോവാന്നാ കേട്ടത്. അങ്ങനെ തന്നെയാണ് ഊണൊക്കെ ഇവിടെ നാട്ടിലൊക്കെ. കൂലിപ്പണിക്ക്, തേപ്പിന്, പടവിന് ഒക്കെ വിളിച്ചാലേ 8 മണിക്ക് വരിക, എന്നിട്ട് അങ്ങനെ ആടിപ്പാടി ചായയൊക്കെ കുടിച്ചിട്ട് 2 കല്ലൊക്കെ ചെത്തി ഒന്ന് വെച്ചിട്ട് മിനുക്കിയിട്ട് 2 മണി ടൈമല്ല, പോകുന്ന ടൈം കൃത്യമാണ്. എന്നിട്ട് വേറെ ജോലിക്ക് എന്തിനും പോവുക, പണി ചെയ്യാണ്ടിരിക്കുക, അതിൽ വഞ്ചന ചെയ്യുക, കുറേ കടന്നുറങ്ങുക, അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഈ വക സർവ്വമാന തട്ടിപ്പും നടക്കുന്ന ഒരു കാലമാണ്. അള്ളാഹു കാവല് നൽകട്ടെ. വല്ലാത്ത വിഷമാണ് മുഅ്മിനീങ്ങളെ. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയാ, ആ ഒരു കൂലിപ്പണിക്ക് വന്ന ആള്, സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാരൊക്കെ 2 മണിക്കോ 3 മണിക്കോ, 5 മണിക്കാണ് എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ടൈം. ഇനി ഇവിടെ എന്ത് ടൈം എനിക്ക് അറിയില്ല. രാവിലെ ഒരു 7-8 മണിക്ക് വന്നാൽ വൈകിട്ട് 5 മണിക്ക് കയറി പോവാന്ന് നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ കേട്ടോ. നിങ്ങളൊക്കെ കുറച്ച് പൈസ ഏറെ കൊടുത്തിട്ട് വരെ മടിയന്മാരാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ 5 മണിക്ക് പോവേണ്ട ഒരു പണിക്കാരൻ, അയാൾക്ക് ആ ശമ്പളം ഒരു 500, 600, 700, 800 ആട്ടെ. 5 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ എടുത്താലല്ലേ നമുക്ക് അവരോട് സ്നേഹം തോന്നുള്ളൂ. 5 മണിക്കൂർ എടുത്തത് അവന്റെ പണി തന്നെയല്ലേ, അതിനിപ്പോ എന്ത് പറയാനിരിക്കുന്നു? അത് എങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? അള്ളാഹു പറയണത്, ആ നിർബന്ധമായത് ചെയ്യുമ്പോൾ അവൻ എന്നോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാം. അങ്ങനെ 5 നേരത്തെ ഫർള് നിസ്കരിക്കുമ്പോഴേ, റമദാനിന്റെ നോമ്പനുഷ്ഠിക്കുമ്പോഴേ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴേ, ഹജ്ജ് ചെയ്യുമ്പോഴേ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണ്. ഞാൻ നിർബന്ധമാക്കിയില്ലേ. എന്താ അതിനർത്ഥം എന്നറിയോ? എന്റെ അടിമക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണം. എന്റെ മുമ്പിൽ അവൻ വന്ന് നമിച്ചിരിക്കണം. എനിക്കും അവനും തമ്മിലുള്ള ബന്ധം അവനിഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണം. അങ്ങനെ ഉണ്ടാവും. ചില വെറുപ്പിക്കണ വിളിക്കാറുണ്ടാവും. എന്ത് ചെയ്യാ, ഒരാൾക്ക് ആളെ ഇഷ്ടമല്ല, എന്നാലും വിളിച്ചുകൊണ്ടിരിക്കും. ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും വിളിക്കും. ഇനി വർത്താനം തന്നെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാ വിളി. അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല. നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെടോ, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 5 നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും തൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കയറി നീ നിസ്കരിക്ക്. എനിക്ക് ആ സമയം നീയുമായി സംസാരിക്കണം. അതെന്റെ ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമാണ്. അത് ഞാൻ വിട്ടുതരൂല. അതാണ് ഈ ഫർള് നിസ്കാരത്തിന്റെ യുക്തി. ഞാനത് വിട്ടുതരൂല, എനിക്ക് നിന്നെ വേണം. അള്ളാഹു പറയാ. എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ്ക്ക് എന്താ മെച്ചം കിട്ടാനാണ്. നമുക്ക് മെച്ചം കിട്ടും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറയട്ടെ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. ഞാൻ നിർബന്ധമാക്കിയ ഫർള് കൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ, ഞാൻ നിർബന്ധമായി പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ. ളുഹറിന് വന്നു, അതിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുന്നില്ല, അവൻ 2 റക്അത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. പിന്നെയും പോയില്ല, അവർ 2 പേജെങ്കിലും ഖുർആൻ ഓതി. വേറെ പണിയൊന്നും തിരക്കൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടും. ഹത്താ ഉഹിബ്ബ, എനിക്ക് അവനോടൊരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും. യാ അല്ലാഹ്, അത് നമുക്കുണ്ടോ? നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? അതൊക്കെ വിദഅത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടുകയാണോ? നമ്മൾ എന്താ ചെയ്യുന്നത്? ചിന്തിക്കേണ്ട കാലമാണ്. സുന്നത്ത് ചെയ്യുന്നുണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അള്ളാഹു പറയുന്നതായിട്ടാണ് ഈ ഹദീസിന്റെ രീതി. അങ്ങനെയാണ് അള്ളാഹു പറയുന്ന ഖുർആൻ അല്ലാത്ത വചനങ്ങളുണ്ട്. അതിനാണ് ഹദീസ് ഖുദ്സി എന്ന് പറയാ. അള്ളാന്റെ വചനം തന്നെ, പക്ഷെ ഖുർആൻ അല്ല. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ എങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ ചെവിയുടെ പരിധി 20 മുതൽ 20,000 ഹെർട്സ് അല്ല, പിന്നെ അതിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയും. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ്. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാണ്. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ തൊടുന്ന കൈ ഞാനാണ്. അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അല്ലാഹു പറയാൻ ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലും ഒക്കെ കാണാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. സ്നേഹം കൂടിയാൽ അങ്ങനെയാണ്. പിന്നെ കാണാത്തത് കാണാൻ കഴിയും, കേൾക്കാത്തത്. ചില മനുഷ്യരുടെ മനസ്സൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന അവസ്ഥകളുണ്ടാവും. അതൊക്കെ വലിയ അത്ഭുതമാണ്. ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന, എത്ര പൗഡർ ഇട്ടിട്ടും കാര്യമില്ല, മുഖത്ത് നോക്കിയാൽ കള്ളത്തരം ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കാണും. മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ, തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിൻ്റെ കറുപ്പടയാളം മുഅ്മിനീങ്ങളുടെ കണ്ണിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന. സുബ്ഹാനല്ലാഹ്. പൂഴ്ത്തി വെക്കാൻ കഴിയില്ല. വലിയ വലിയ ഔലിയാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണുകയാണെങ്കിൽ മുഖം പൊത്തി പോവാ നമുക്കൊക്കെ നല്ലത്. ഞാൻ എൻ്റെ കാര്യം പറയണം, നമ്മളെല്ലാവരും എന്തെന്നറിയോ, അവർക്കത് നോക്കിയാൽ മനസ്സിലാവും. കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാൻ. എന്തുകൊണ്ട്? എന്നോട് ഇഷ്ടമുള്ള ആളാണ്, ഞാൻ അവരങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ആ സ്നേഹം കിട്ടിയതെന്നറിയണേ, സുന്നത്ത് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ. എന്നോട് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു പറയാം, ഒരു ചാൺ അടുത്തു, ഞാൻ ഒരു മുഴം അയാളോട് അടുക്കും. എന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് നിസ്കരിക്കാൻ വന്നിട്ടുള്ളൂ, അള്ളാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും. അതിനിടക്കൊന്നും പള്ളിക്ക് വന്നിട്ടില്ല, അല്ല 27 ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇന്നൊന്ന് വാടോ, ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രി, ഇന്നും കള്ളുടിയൊന്നും വേണ്ട. ഒരു ചാൺ എടുത്തിട്ടുള്ളൂ, അള്ളാഹു അവനോടങ്ങ് അടുക്കും. പിന്നെ അവന് പെരുന്നാൾ നിസ്കരിക്കാൻ വരാൻ ആഗ്രഹം തോന്നി തുടങ്ങും. അപ്പൊ പെരുന്നാസ്കാരത്തിന് വരുമ്പോൾ ആരോ പുതിയ ചെരുപ്പ് കട്ടുണ്ടോ, നിർത്തും ചെയ്യും, ഇനി ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പൊ കുഴപ്പം, നല്ല ചെരുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ വരുന്ന ഗവൺമെന്റിനാണല്ലോ ഇപ്പൊ ഈ പൊക്കി കൊണ്ടുപോകുന്നത് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടത്? പെരുന്നാൾക്ക് പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ചെരുപ്പിട്ടിട്ടൊക്കെ ആൾക്കാർ പോകല് ചില നാട്ടിലൊക്കെ. ഇവിടെ ഇല്ല. അൽഹംദുലില്ലാഹ് യാ റബ്ബ്, അൽഹംദുലില്ലാഹ്. എന്നാ ഞാൻ പറഞ്ഞ് പിൻവലിച്ചു, നിങ്ങളെ പറ്റിയല്ല. അപ്പോ ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കേ പിന്നെ ഓനെ പിന്മാറ്റാനുള്ള പരിപാടിയാണ്. ആകെ പുതിയതൊക്കെ മാറ്റിയിടും. നാളെ പെരുന്നാൾ പുതിയ കുപ്പായക്കുള്ള സുന്നത്താട്ടോ. തീരെ കുളിക്കാത്തവനാ, ഓനൊന്ന് കുളിപ്പിച്ചൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചെടുത്ത് നല്ല സെന്റൊക്കെ പൂശി കൊടുത്തവനെ മൊഞ്ചാക്കി കൊണ്ടുവരിക. പുതിയ ചെരുപ്പ് കെട്ടില്ല എന്ന് പെരുന്നാൾക്ക്, ഇതൊക്കെ സുന്നത്താ. ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങാൻ പോവാണേ, അന്ന് അവൻ്റെ ചെരുപ്പാരം അടിച്ചു മാറ്റി. ഈ പണിക്ക് ഞാൻ ഇല്ലട്ടോ, എൻ്റെ ചെരുപ്പാണ് പോയത്. അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഞാൻ ഉദാഹരണം പറയാൻ, മനുഷ്യന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും. എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? ഞാൻ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കണ ആളെ കണ്ടത്, സൊഫിൽ നിൽക്കണ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ്റെ പഴയ കഥയൊക്കെ പറഞ്ഞാൽ സാധുന്ന് വന്നതങ്ങ് മുടക്കും, പിന്നെ അവൻ തിരിച്ചു പോകും. അങ്ങനെയൊന്നും പറയരുത്. ഒരു ചാണെടുത്താൽ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഒരു മുഴമെടുക്കും. ചാണിന്റെ ഡബിൾ ആയിരിക്കും മുഴം. ومن تقرب إلي ذراعا تقربت إليه باعا. من تقرب إلي ذراعا تقربت إليه باعا. എൻ്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു ബാഅ്, ഇതിനിപ്പോ എന്താ മലയാളത്തിൽ പറയാ, ഒരു മാറ് എന്നോ, ഒരു മാറ്, ഒരു മുഴം ഒരു മാറ്, അപ്പൊ ഇതിന്റെ ഡബിള്. എന്നിട്ട് എന്താ അത്ഭുതം എന്നറിയോ? ഇനി ഒരു മാറ് അള്ളാഹുലേക്ക് അടുത്താൽ എന്തു ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല എന്നാ, അള്ളാഹു തആല പറഞ്ഞില്ല എന്നാ. ഇനി പറയാനില്ല, അത്രക്ക് വന്നാ പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ. അതുകൊണ്ട് ഒരു ചാൺ ഒരു മുഴം, ഒരു മുഴം ഒരു മാറ്, ഒരു മാറിനിലേക്ക് വന്നാൽ എന്ത് എന്ന് അള്ളാഹു പറഞ്ഞില്ല എന്നാ. സഖത, അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയാണ്ടോ, എൻ്റെ ആളായില്ലേ എന്ന്. അതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും ആ ഹദീസിൽ പറയുന്നത്, മൻ അതാനി യംശി അതൈതുഹു ഹർവല. എൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു വന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും.
ഒരു ചമ്മലുണ്ടാവും ചിലപ്പോൾ ജ്യേഷ്ഠനോട് പണക്കുണ്ട്, ഇങ്ങനെ അപ്പൊ കാനോട് പോയി പൊരുത്തപ്പെടിക്കുക. അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ വരുമ്പോ ജ്യേഷ്ഠൻ്റെ ഒരു നല്ല മനുഷ്യനാ, പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാൽ ഞാൻ അവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ പഴയ കാലം കേസ് കൊടുത്തതും ജ്യേഷ്ഠനെ ജയിലിൽ കയറ്റിയതും പഴയ കഥകളൊക്കെ ഉണ്ടാവില്ല എല്ലാ നാട്ടിലും. പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വരികയാണ്. നടന്നു വരുമ്പോ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നിട്ടാണ് കഴിഞ്ഞോ, നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ മക്കളല്ലേ മോനെ, നമ്മളൊക്കെ ഇങ്ങനെ പിണങ്ങേണ്ടവരായിരുന്നോ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠൻ കെട്ടിപ്പിടിക്കുന്നത്, ഒരു ജ്യേഷ്ഠത്തിയെ ഒരു അനിയത്തിയെ ഒരു ജ്യേഷ്ഠത്തി കെട്ടിപ്പിടിക്കുന്നത് പുറത്തു കൊടുക്കുന്നത് ഓർത്തു നോക്കി. അള്ളാഹ് പറയാണ്, എൻ്റെ അടുത്തൊക്കെ നടന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇനി അത്ഭുതം എന്താണെന്നറിയോ? എൻ്റെ അടുത്തൊക്കെ ഓടിച്ചെന്നാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല എന്നാ. ഓടിച്ചെന്നതിന്റെ എന്റെ ആളായില്ലേ, ഇനി എന്താ ഞാൻ പറയാ? അതുകൊണ്ട് ഓടി വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞില്ല. നോക്കണം, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹബത്തിന്റെ രീതി അങ്ങനെയാണ്. സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. അവൻ നിർബന്ധമാക്കിയത് ചെയ്തു, പുറമെ എക്സ്ട്രയും ചെയ്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൻ അതാനി യംശി അതൈതുഹു ഹർവല, എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. എന്നിലേക്ക് ഓടി വന്നാലോ എൻ്റെ ആളായില്ലേ. അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും സുന്നത്തായ ദാനധർമ്മങ്ങള്, അപ്പൊ ഒരു സ്നേഹം റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. അല്ലാതെ ഒരു ചടങ്ങ് ചെയ്ത് നമുക്ക് മടുപ്പ് വരും, അതിനൊന്നും ആയുസില്ല. ഈ സ്നേഹം നടിക്കണുണ്ടല്ലോ, അതൊക്കെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? നമ്മൾ ഈ നിക്കാഹ് കഴിയുന്ന മുമ്പ് നിങ്ങൾ വർത്താനം പറയണ്ട, അതൊക്കെ നാട്യമാണ്. കല്യാണം കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ എന്നാ. കല്യാണം നിക്കാഹ് കഴിയുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ ഹണിമൂൺ മറ്റേ മലേഷ്യക്ക് സിംഗപ്പൂർക്കാണ് കേട്ടോ, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവള് പൊന്നാരൊക്കെ അത്രയൊന്നും പൈസ ചിലവാ കണ്ടോ, അത് കുഴപ്പമില്ല, നീ നമ്മളെ സ്വന്തം ആളല്ലേ. ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ്. നിക്കാഹ് കഴിഞ്ഞാൽ സ്വന്തം ആളായി. എപ്പോഴും അക്കരെ കിടക്കണതിന് പച്ചപ്പുള്ളൂ എന്നാ. അന്യന്റെ പെണ്ണിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം തോന്നുക. സ്വന്തം ഭാര്യയായി അവളിങ്ങോട്ട് വന്നാൽ ഈ പ്രേമൊക്കെ നിൽക്കും, പിന്നെ ഒരു മടുപ്പ് വരും. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ മറ്റു പെണ്ണുങ്ങളടുത്ത് പോണ മനുഷ്യന്മാരൊക്കെ ആലോചിക്കും. അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തോ അത് അകത്തങ്ങ് വന്നാൽ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ഒപ്പിക്കൽ വേണ്ട, നിങ്ങൾ അതുകൊണ്ട് അത് പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്കൊരു പരിപാടിയുണ്ട്, ഡേറ്റിംഗ് എന്ന് പറയാം. അതൊക്കെ അല്ല തിരുവള്ളൂർക്കൊക്കെ വരുമെന്ന് അള്ളാഹു എനിക്ക് പേടിയാണ്, ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. 18 വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്കുക നിർബന്ധമാണെന്ന അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. 18 ആയി കഴിഞ്ഞ് എൻ്റെ ആളൊപ്പം പോയിക്കോന്നാ, ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോലെ നിർബന്ധമാണ്. എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലിയർ ആവും. നിക്കാഹ് ആയി കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അടിച്ചു പിരിയും. എന്തേന്നറിയോ? ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മോശ സ്വഭാവം കാണിക്കും. ഫ്രണ്ട്സ് ആകുമ്പോൾ എല്ലാവരും നല്ല മുഞ്ചിലല്ലേ നടക്കുക, എന്തോരം നല്ല സ്വഭാവമായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ ഒറിജിനൽ അല്ല, അത് നിങ്ങൾ കാട്ടിക്കൂട്ടാണ്. ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി. ഇനി ഇവള് പോവില്ല, എന്റേതാണ്. അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. മറ്റേതൊന്നും നിലനിൽക്കൂല, പലതും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. അപ്പോഴാ പറയപ്പെടുന്നത്, അല്ലോ കല്യാണത്തിന് മുമ്പ് എന്തൊരു പഞ്ചാരവാക്ക് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ എന്നെ ഈ അടിക്കണതെന്നാ. വിത്ർ നിസ്കരിക്കുക. ഇശാ കഴിഞ്ഞാൽ പിന്നെ 3 റക്അത്തോ മിനിമം 1 റക്അത്തോ വിത്ർ നിസ്കരിക്കണം. ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ, രാത്രിയിൽ സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്റായിരിക്കണം എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഊതിറ ഖബ്ല അൻ അനാം. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, എന്നോട് എൻ്റെ റസൂൽ പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചോളി, വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കോളി. കാരണം സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പൊ എന്നോട് എൻ്റെ നബി പറഞ്ഞു, ഔസാനി ഖലീലി, എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് എൻ്റെ നബി പറഞ്ഞു, എന്ത് ഉമറേ, നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്ർ നിസ്കരിച്ചാൽ മതി. എന്തേന്നറിയോ? ഉമർ തങ്ങള് ശക്തനാണ്. ആ എണീക്കെന്ന് പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും. പിന്നെ ഞാൻ മിസ്സായിപ്പോയി, അതൊന്നും ഉമർ തങ്ങൾക്കില്ല. ആ ധൈര്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഉമറെ നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പോട്ടെ. പിന്നെ അബൂ ഹുറൈറ തങ്ങളെ ചെറിയ വൈഫല്ലേ, ഉമർ തങ്ങളെ പോലത്തെ അത്ര ഉഷാറൊന്നും കാണൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. പിന്നെ എണീക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ എൻ്റെ സമയം നഷ്ടപ്പെട്ടില്ലേ. അവ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്തറാക്കി മാറ്റും. വിത്തർ 3 റക്അത്ത് നിസ്കരിച്ചു, 1 റക്അത്ത് നിസ്കരിച്ചിട്ട് 4 ആക്കുന്നു, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ 2 പിന്നെ 1, അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക. അതൊക്കെ ഉസ്താദന്മാർ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അപ്പോ വിത്തർ നിസ്കരിക്കുന്നത് സുന്നത്താണ്. നബി തങ്ങൾ പറയുന്നു, ഇജ്അലൂ
ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് വിത്ർ നിസ്കാരമാവട്ടെ. അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങേണ്ടത്. ഫോൺ വിളിച്ചിട്ടാ കടന്നുറങ്ങുക, മറ്റൊക്കെ ലൈക്ക് അടിച്ചിട്ട് അല്ലെങ്കിൽ കമന്റ് അടിച്ചിട്ടാ കടന്നുറങ്ങുക. എങ്ങനെ നമുക്ക് ഈ ഉമ്മത്തിന് ഹിദായത്ത് ഉണ്ടാവും? പിന്നെ നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ. ആ ഒരു ഉറക്കിൽ കിടന്നുറങ്ങി അള്ളാഹുവിന്റെ മലക്കിന്റെ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത്. അതല്ല ഫോൺ എടുത്തു വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ കടന്നതാണ്. ആ മരണം അവസാനം ചെയ്ത പണി എന്താന്ന് മലക്കുകൾ നോക്കുക, ലിസ്റ്റ് ഇങ്ങനെ നോക്കും. ഇവൻ എവിടെ പോകണം, ഏത് കാറ്റഗറിയിൽ പെടുത്തണം, അസ്ഹാബു ഷിമാല യമീനാണോ അസ്ഹാബു ഷിമാലാണോ, അവസാനത്തെ പണി എന്താണ്. അപ്പൊ അങ്ങനെ കോൾ ലോഗ് ഇങ്ങനെ എടുത്തു നോക്കുകയാണ് മലക്കുകൾ. യാ അല്ലാഹ്, മറ്റാലോകാർ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വിത്ർ നിസ്കരിക്കണേ. രാത്രിയിൽ അവസാനത്തെ നിങ്ങളുടെ ബന്ധം അള്ളാഹുവിനോട്, നിങ്ങളുടെ കണക്ഷൻ എന്ന് പോയത് അർശിലേക്കാണ്, ഭൂമിയിലെ ടെലിഫോൺ ടവറിലേക്കല്ല. നിങ്ങളുടെ കണക്ഷൻ ഇവിടേക്കായിരുന്നു, അർശിന്റെ മുകളിലേക്കായിരുന്നു. ആ ഒരു കണക്ഷൻ ചെയ്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അതാണ് വിത്ർ. അതുകൊണ്ടാണ് ഇമാമുന അഹ്മദ് തങ്ങൾ പറയുമായിരുന്നു, ഹംബലി മദ്ഹബിന്റെ ഇമാമുമാർ അത് ഉദ്ധരിച്ചു മഹാനവരുടെ അഭിപ്രായമായിട്ട്. എന്താണ് ഹംബലി മദ്ഹബിൽ അഹ്മദ് ഹംബൽ തങ്ങൾ പറയുന്നത്? വഅഅലം അന്ന മനിസ്തമറ അലാ തർക്കി സ്വലാത്തിൽ വിത്ർ, വിത്ർ നിസ്കാരം നിരന്തരം നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ആളുകൾ ഫഹുവ ഫാസിഖുൻ തുറദ്ദു ഷഹാദതുഹു, അവൻ കാപട്യമുള്ള ആളാണ്, ഫാസിഖാണ്, അവന്റെ സാക്ഷിത്വം പോലും സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് എന്റെ അഭിപ്രായമെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എങ്ങനെ നിരന്തരം വിത്ർ നിസ്കരിക്കാറേ ഇല്ല, ഇശാ നിസ്കാരം അതന്നെ ധാരാളല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതല്ല, വിത്ർ നിസ്കരിച്ചില്ലെങ്കിൽ, വിത്ർ നിസ്കാരം നടന്നിട്ടില്ലെങ്കിൽ, അത് നിരന്തരമായി നിസ്കരിക്കാതെ പോകുന്ന ആളുകളോ ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണെങ്കിൽ ഫഹുവ ഫാസിഖുൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? തെമ്മാടിയായി തിന്മ ചെയ്യാൻ മടിയില്ലാത്ത ആള് എന്നതിനർത്ഥം. പരസ്യമായിട്ട് റമളാനിലൊക്കെ ഒരു വീട് വിളിച്ച് നടന്നു, വീടിന്നില്ലല്ലേ, സിസർ വെച്ച് അല്ലെ കള്ളു പിടിച്ച് നടന്നേക്കും. തുറദ്ദു ഷഹാദതുഹു, മാസം കണ്ടു നോൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നാ, നിക്കാഹിന്റെ സാക്ഷിയിൽ അവനെ പെടുത്താൻ പാടില്ല എന്നാ, ഒരു ഖളാഇന്റെ ജഡ്ജിന്റെ മുമ്പിൽ സാക്ഷി വന്നാൽ അവനെ തള്ളും, നിന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ലടോ, തിരസ്കരിക്കാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബല്ല, എന്നാലും ഇതൊക്കെ പരിഗണിക്കണം. ഇതൊക്കെ ആലിമീങ്ങൾ തെളിവുകൊണ്ട് പറയുന്നതാണ്. ഏത് മദ്ഹബായിരുന്നാലും അവർക്കൊക്കെ അതിന് തെളിവുകളും അദില്ലത്തുകളും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വിത്ർ നിസ്കാരമൊക്കെ ഒന്ന് തുടങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇന്നലെ രാത്രി വിത്ർ നിസ്കരിച്ചോളെ കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാ. ഇനി ഞാൻ പറയണില്ല അതിനെ പറ്റി, കൈതയച്ചു. അൽഹംദുലില്ലാ, ഇത്രയും നല്ല മനോഹരമായ സദസ്സെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം. മറ്റുള്ള നന്മകൾ നബി തങ്ങൾ പറയുമായിരുന്നു, മൻ മശാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ കാനത് ലഹു കഅജ്രി ഉംറഹ്. മൻ മശാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ, ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു സുന്നത്തിന് വേണ്ടി നടന്നു ചെന്നാൽ, സുന്നത്ത് നിസ്കാരം അത് ഏതാണെന്നറിയോ? ദുഹയെ പറ്റിയാണെന്ന് അഹ്ലുൽ ഇൽം അതിനെ സംബന്ധിച്ച് പറയുന്നു. ദുഹാ നിസ്കാരമാണ്. ദുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ കാനത് ലഹു കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു നൽകും. അത് പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവൾക്ക് ഉംറയുടെ കൂലിയുണ്ട്. ദുഹാ നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇദർതഫഅത്തി ശംസു ഖദ്റ റുംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ദുഹയുടെ നിസ്കാരം അല്ലെങ്കിൽ ഇഷ്റാഖിന്റെ നിസ്കാരം ചെയ്താൽ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടുമത്രേ. അപ്പൊ അതങ്ങ് പതിവാക്കുക. എന്തെങ്കിലും ഒന്ന് വേണ്ടേ പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, റബ്ബേ എല്ലാവരും ഫർള് നിസ്കരിച്ചു, ഞാൻ എക്സ്ട്രാ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇത് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? ഇതൊക്കെ ചാൻസ് ഇപ്പം മരിച്ചാൽ അതിനൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത്, ഇന്ന് തുടങ്ങിക്കോളും. ഇന്ന് രാത്രി വിത്ർ നിസ്കരിക്കാൻ തുടങ്ങുക. നാളത്തെ ദുഹാന്റെ സമയം ളുഹറിന്റെ മുമ്പായിട്ട് തീരും. അപ്പൊ എന്ത് ചെയ്യുക, നാളെ മുതൽ ദുഹാ നിസ്കാരം തുടങ്ങി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മഹാനായ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലു സിയാമി സിയാമി ദാവൂദ്, ദാവൂദ് നബിയുടെ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. യസൂമു യൗമൻ വയുഫ്തിറു യൗമാ, സുന്നത്തായ നോമ്പിന്റെ സമയം റമദാനല്ലേ, ഒരു ദിവസം നോമ്പെടുക്കും പിറ്റേന്ന് നോമ്പില്ല, പിറ്റേന്ന് നോമ്പെടുക്കും പിറ്റേന്ന് നോമ്പില്ല, അങ്ങ് ഒന്നിടവിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കുക. അത് നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല എന്നാ നോമ്പിന്റെ വിഷയങ്ങളിൽ വെറും ഒരു വ്യാഴാഴ്ചത്തെയോ തിങ്കളാഴ്ചത്തെയോ സുന്നത്ത് നോമ്പ് മാത്രമല്ല, അയ്യാമുൽ ബീദിന്റെ നോമ്പ് മാത്രമല്ല, ഓരോ അറബ് മാസത്തെയും 13, 14, 15 നോമ്പുകൾ മാത്രമല്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ചില മാസങ്ങളിലെ ശനിയും ഞായറും തിങ്കളും നോമ്പെടുക്കും. വേറെ ചില മാസങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യൗമുൽ സുലാസാ വൽ അർബിഅ വൽ ഖമീസ്, ചൊവ്വയും ബുധനും വ്യാഴവും നോമ്പെടുക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇതൊക്കെ സുന്നത്തുകളാണ്.
അയ്യാമുൽ ബീദ് മാത്രം നോക്കണ്ട. ചില മാസങ്ങളിൽ എന്ത് ചെയ്യുക, മഹദി റളിയല്ലാഹു തആല അൻഹ നോമ്പെടുക്കുന്നത് അസ്സബ്തു വൽ അഹദ് വൽ ഇത്നൈൻ, ശനി ഞായർ തിങ്കൾ 3 ദിവസം, പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളിൽ യസൂമു മിനശ്ശഹരി, നബിതങ്ങൾ ചില മാസങ്ങളിൽ നോമ്പെടുക്കും 4 അയ്യാം, 4 ദിവസം തുടർച്ചയായി നോമ്പ്. ഔ ഖംസ അല്ലെങ്കിൽ 5, ഔ സബ്അ അല്ലെങ്കിൽ 7, ഔ തിസ്അ അല്ലെങ്കിൽ 9 ദിവസം. ഏതെങ്കിലും മാസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റും. കൊടുക്കുന്ന സേവനത്തിന്റെ പുണ്യം ഭയങ്കരാണ്. പക്ഷെ അവരുടെ പൈസ അടിച്ചു മാറ്റിയാൽ കിട്ടുന്ന കുറ്റം അതിഗൗരവമാണ്. മനുഷ്യന്റെ ഖൽബ് നന്നാവാനും ഹൃദയത്തിനുള്ളിലെ കാഠിന്യങ്ങൾ ഇല്ലാതെയാവാനും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനും നബി തങ്ങൾ പറയുന്നു, യതീമായ കുട്ടിയെ ചേർത്ത് പിടിക്ക്, യതീമിന്റെ തലയിൽ തലോടി കൊടുക്ക്, യതീമിന് ഭക്ഷണം കൊടുക്ക്, യതീമിന് കുടിക്കാൻ നീ കുടിക്കുന്ന നല്ല പാനീയം വാങ്ങിച്ചു കൊടുക്ക്. ഇത് ചെയ്താൽ 2 ഗുണം. നമ്മളൊക്കെ എന്ത് ചെയ്യുക, യതീങ്ങാനക്കാരെ ഏൽപ്പിച്ചൊക്കെ അതുപോലെ നോക്കിക്കോളുന്നു. ഇടക്കൊന്ന് പോയി നോക്കുക, യതീമക്കളുണ്ടോ, അവരൊക്കെ ഒന്ന് തലയിൽ തലോടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്വതഖ ഖുർആൻ പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, സുദർ മുഅല്ലിമീങ്ങൾ, പള്ളിയിലെ മുദർരിസുമാര്, നമ്മുടെ നാട്ടിലെ ദർസ് നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, 20 കുട്ടികളും മാഷാ അല്ലാഹ്, നിങ്ങളൊക്കെ ചെലവും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നല്ല ദീനിന്റെ ഷിആറുകളാണ്. അതൊക്കെ നിലനിർത്തണം. ഇത്ര അറബി കോളേജ് ഉണ്ടെങ്കിലും നമ്മുടെ പള്ളി ദർസുകളുടെ ആ ഒരു പുണ്യവും പള്ളി ദർസിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ കിട്ടുന്ന ഒരു നൂറും ഒരു ഇർഷാദ് ഉസ്താദിൻ എന്നൊക്കെ പറഞ്ഞ ഒരു സുഹബത്തിന്റെയും ഒരു മഅയ്യത്തിന്റെയും ഒക്കെ ഒരു വലിയൊരു ഘടകമുണ്ട്. അതൊക്കെ നമ്മുടെ പള്ളി ദർസിലൂടെ കിട്ടിപ്പോകുന്നതാണ്. അതൊക്കെ നിലനിൽക്കണം. ഇതിനൊക്കെ നിങ്ങൾ എല്ലാ സഹായവും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, അത് വലിയൊരു കർമ്മമാണ്. അവർ ചെയ്യുന്ന സ്വതക്കയാണ് വലിയ സ്വതക്ക. അവർ ചെയ്യുന്ന സ്വതക്ക വലിയ സ്വതക്കയാണ്. നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്വന്തം ഭാര്യയോട് ഒരാൾ പറയുന്നത്, നീ ഇന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഒരു 2 ആയത്ത് മനഃപ്പാഠമാക്കി, ഹിഫ്ളാക്കി. 2 ആയത്ത് മതി. അൽ ബഖറയിലെ 1 പേജ് വരുന്ന ആയത്തൊന്നും വേണ്ട, 2 വരിയുള്ള ആയത്ത് മനഃപ്പാഠമായി. ളുഹറിന് 2 ആയത്ത്, അസറിന് 2 ആയത്ത്, മഗ്രിബ് കഴിഞ്ഞ 2 ആയത്ത് ഹിഫ്ള് ചെയ്യുക. അതൊക്കെ കഴിയും. 60-70 വയസ്സ് കഴിഞ്ഞ ഉമ്മുമ്മമാരൊക്കെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് 60 കഴിഞ്ഞതിന് ശേഷം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, 2 ആയത്ത് ഹിഫ്ള് ചെയ്യുക, മനഃപ്പാടാക്കുക. അങ്ങനെ വന്നാൽ ഒരു ദിവസം 10 ആയത്തായി. 10 ആയത്ത്. ആ 10 ആയത്ത് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതും ചെയ്യാം. ഭാര്യയോട് പറയാം, ഭർത്താവിന് പിന്നെ നേരം കിട്ടില്ല, മൂപ്പര് ജോലിക്ക് പോകണ തിരക്കില്ല, മൂപ്പര് മൊബൈലും പിടിച്ച് ഇങ്ങനെ അസർത്തി നടക്കുകയാണ്, ഓരും ചെയ്യണതൊക്കെ. ജോലിക്ക് പോകുന്ന അധ്വാനിക്കുന്ന വേറെ ഒന്നിനും തിരിയാനും അറിയാനും നേരല്ലാത്ത അവസ്ഥയാണ്. അവർ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം 10 ആയത്ത് ഹിഫ്ള് ചെയ്യുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ ആ രാത്രിയിലെ നിസ്കാരത്തിൽ ഈ 10 ആയത്ത് ഇങ്ങനെ ഓർത്തെടുത്ത് നിൽക്കുന്നു. 2 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കാൻ പറ്റും. ഖുർആൻ മുഴുവൻ മനഃപ്പാടാക്കിയിട്ടുണ്ടാവും 2 കൊല്ലം കൊണ്ട്. ഇങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ പിന്നെ എന്താ, നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? പരിശ്രമിച്ചാൽ കൂലി കിട്ടും അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുമായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ, അത് ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടെ സത്യസന്ധതയോടുകൂടെ ചെയ്യുക. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് ഈ സുദ്ഖ്, എന്താണ് ഇഖ്ലാസ്, എന്താണ് ഈ സിൻസിരിറ്റി ആൻഡ് ട്രസ്റ്റ്വർത്ത്നെസ്, എന്താണ് ഈ സത്യസന്ധത, എന്താണ് ഈ ട്രൂത്ത്ഫുൾനെസ്? അള്ളാഹുമായി, സൃഷ്ടാവുമായി നമ്മൾ സത്യസന്ധരാവുക, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ബിഹർതഫഅൽ ഖൗം, ലോകത്ത് വിജയിച്ചവരും ഉന്നതങ്ങളിലേക്ക് ഉയർന്നവരും ഈ സിൻസിരിറ്റി കൊണ്ടാണ്. മനുഷ്യന്റെ കർമ്മങ്ങളിൽ ആത്മാർത്ഥത. ജനങ്ങൾ കൈയടിക്കണമെന്നോ ജനങ്ങൾ പുകഴ്ത്തി പറയണമെന്നോ ജനങ്ങൾ അറിയണമെന്നോ ഒന്നുമല്ല, എന്റെ റബ്ബ് സ്വീകരിക്കണം. അങ്ങനെ ചെയ്തവർക്ക് മുഴുവനും അല്ലാഹു ഉയർച്ച നൽകിയല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അങ്ങനെയാവട്ടെ. മുത്തനബി തങ്ങളുടെ ഒരു ഹദീസ് കൂടെ ഈ ചർച്ചയിലേക്ക് ചേർത്ത് പറയുന്നു. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൻ നാസി ഇൻദല്ലാഹി അൻഫഉഹും ലിന്നാസ്, ഖൈറുൻ നാസി ഇൻദല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവര്, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന, ഇതല്ലേ വലിയ അത്ഭുതം. ജനങ്ങളിൽ ഏറ്റവും നല്ലവര് ആരാണെന്നറിയുമോ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. എത്രയോ ചാരിറ്റി പ്രവർത്തനം, KMCC പോലെയുള്ള സംഘടനകൾ, നമ്മുടെ
കാഫില, നമ്മുടെ സഹചാരി പോലെയുള്ള ഒരുപാട് എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ വിഖായ വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങൾ തുടങ്ങി ഒരുപാട് സ്വതക്കകൾ ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഇത്രത്തോളം ചാരിറ്റി ചെയ്യുന്നതിനേക്കാളും വലിയൊരു കർമ്മം ഇല്ലെന്നാണ്. അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടം. മനുഷ്യരെ സഹായിക്കുക, അത് ജാതിയും അതൊന്നും പ്രശ്നമല്ല. മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക. അൻഫഉഹും ലിന്നാസ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എത്ര ജനങ്ങളിൽ ഏറ്റവും നല്ലവര്. നമുക്ക് അങ്ങനെ ആവണ്ടേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ പടച്ചവനോട് ചോദിക്കുക എങ്ങനെയെന്നറിയോ, ഒരാൾ നമ്മളോടൊരു ഉപകാരം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോഴേ, പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെ ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവിടെ മണലൊക്കെ തോണ്ടി നോക്കിയാൽ ഉള്ളിൽ പൈസയാണെന്ന്, അങ്ങനെ വാരിക്കൊണ്ടുവരാന്ന വിചാരം. അപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്നാലേ, കുട്ടിയെ ഇങ്ങനെ ഇടങ്ങേറിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഒരു 10,000 വേണം, അല്ലെങ്കിൽ ഒരു 5,000 വേണം, ഒരു 2,000 വേണം. അപ്പോൾ ഇവൻ കടം വാങ്ങിയിട്ടാക്കാരം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമം പറയും, പടച്ചോനെ പൊന്നാരെത്താത്ത ഉമ്മ എൻ്റെ അടുത്ത് തരാനില്ലല്ലോ. ആ ഉമ്മ പിറുപിടുത്ത് ഇങ്ങനെ ചിലപ്പം പടച്ചോനെ ഇവനെ മുക്കിക്കൊല്ലണേന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. ഇങ്ങനെ പൈസ കെട്ടിക്കൊണ്ടുവന്നിട്ടേ ഒരു 2,000 ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ, അതാകാരം ഉമ്മ വിചാരിക്കുക. അപ്പൊ പടച്ചോനോട് ചോദിക്കുക, എന്ത് റബ്ബേ, എന്നോട് ഒരാൾ വന്നൊരു ആവശ്യം പറയുമ്പോൾ ഇല്ല എന്ന് പറയാതെ എന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ നീ തരണം പടച്ചോനെ. ഇതങ്ങ് ചോദിച്ചോളൂ, അള്ളാഹു തരും. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് കുഴപ്പം. എനിക്ക് തരണേ എന്നേ ചോദിക്കലുള്ളൂ എപ്പോഴും അല്ലേ. എൻ്റെ ലോകം, എൻ്റെ കുട്ടികളത്. പടച്ചോനെ, വേറുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിച്ചം തരണം പടച്ചോനെ. എൻ്റെയും കുട്ടികളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മിച്ചൻ്റെ കയ്യിൽ തരണം റബ്ബേ. ഒരാളോട് ഇല്ല എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കൂല അല്ലേ? അങ്ങനെയല്ല, ചില ആളുകളുടെയൊക്കെ ജീവിതം കാണുമ്പോൾ വളരെ പാപ്പരായി ജീവിക്കുന്നവരുണ്ടാവും. മനുഷ്യരുടെ മുമ്പിൽ നല്ല പോളിഷിൽ, എന്നാൽ ദാരിദ്ര്യമാണെന്ന ഒരു പിരിവിനൊന്നും ഇഷ്ടപ്പെടാത്തവര്, വളരെ കഷ്ടപ്പെടുന്നവര്. ആര് ദാരിദ്ര്യാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂലേ. എന്ത് ദാരിദ്ര്യം, 4 മക്കളല്ലേ ഗൾഫിൽ, ഈ 4 മക്കൾ 600 റുപ്യക്കാരൻ ജോലി ഉണ്ടാവും അവിടെ. അതുപോലെ വിസന്റെ ചെലവ് തീരുമ്പോഴേക്കും ഒരു കൊല്ലത്തിലാകെ 2,000 റുപ്യന് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഇതായിരിക്കും അവരുടെ അവസ്ഥ. പക്ഷേ അള്ളാഹിനോട് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും എൻ്റെ കയ്യിൽ തരണം പടച്ചവനെ. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ തരട്ടെ. സ്വതക്ക ചെയ്യാനുള്ള തൗഫീക്കും സന്മനസ്സും അള്ളാഹു തരട്ടെ. സ്വതക്ക ചെയ്തവർ ഒരിക്കലും നഷ്ടത്തിലാവില്ല, പരാജയത്തിലാവില്ല. മുത്തുനബി തങ്ങൾ പറയാ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തവർ നിങ്ങളിൽ ഏറ്റവും നല്ലവരാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യാതിരിക്കുക.